നബി സ്വല്ലല്ലാഹു വചനങ്ങളിലും ഇതേ പദം ഹബീർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വന്നായിട്ട് കാണാൻ പറ്റും. ഒരു രാത്രി പെട്ടെന്ന് പാതിരാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉറങ്ങുമ്പോഴാണ് എഴുന്നേറ്റ് പോയത്. എഴുന്നേറ്റ് പോയത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു സംശയം, നബിക്ക് വേറെ ഭാര്യമാരുള്ളതുകൊണ്ട് ആ ഭാര്യമാരുടെ അടുക്കലേക്ക് പോയതാണോ എന്നൊരു ഗീറത്ത് മനസ്സിൽ, അങ്ങനത്തെ ഒരു വിചാരം വന്നു. എന്നാൽ എൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് എന്നെ കാണാതെ പ്രവാചകൻ മറ്റു പത്നിമാരുടെ അടുക്കലേക്ക് പോയോന്ന്. അതുകൊണ്ട് പ്രവാചകൻ അറിയാതെ രാത്രിയുടെ ഇരുളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ആയിഷ റളിയല്ലാഹു അൻഹ പിന്തുടർന്നു. പക്ഷെ നബി നേരെ പോയത് എവിടേക്കാണ്? ഇലൽ ബഖീയാണ്, ആ ഖബർസ്ഥാനിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ആ ഖബർസ്ഥാനിലെ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുകയെന്ന് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബിൻ്റെ മുമ്പിൽ വീട്ടിലെത്തി പോയി കിടക്കാൻ വേണ്ടി വന്നത് അറിയാതിരിക്കാൻ വേഗത്തിൽ പോയി അവിടെ കിടന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ നബിക്ക് മനസ്സിലായി ഉറങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ കിതപ്പുമുണ്ട്, വേഗത്തിൽ വന്നതിൻ്റെ കിതപ്പുമുണ്ട്. അപ്പം നബി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ല തുഖ്ബിരീനി, നീ എനിക്ക് പറഞ്ഞുകൊണ്ടാ എന്താ സംഭവിച്ചത്, നീ എനിക്ക് പറഞ്ഞുകൊണ്ടാ. ഔല യുഖ്ബിറന്നീ അൽ ലതീഫുൽ ഖബീർ, അല്ലെങ്കിൽ നിഗൂഢജ്ഞാനിയും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹു എനിക്ക് പറഞ്ഞു തരും എന്താണ്ടായത്. നീ എനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങൾക്കും കാവലായ നിഗൂഢജ്ഞാനി, ഒരു രഹസ്യങ്ങളും മറച്ചു വെക്കാത്ത, ആർക്കും ഒരു രഹസ്യത്തെയും ഒളിച്ചു വെക്കാൻ പറ്റാത്ത അള്ളാഹു എന്ത് ചെയ്യും, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ ഹബീർ എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹദീസുകളിലും വന്നിട്ടുള്ളൊരു പദമാണ്.